ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ആൻസർ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഡിസ്കഷൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ആൻസർ എന്താണ് എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മൾ പറഞ്ഞ ആ മേഖലയിൽ നിന്ന് ഏകദേശം ആ മേഖല നോക്കി പഠിച്ചവർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തവർക്ക് മൊത്തത്തിലൊരു 20 മുതൽ 25 മാർക്ക് കിട്ടാനുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന മേഖലകൾ നോക്കി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് 7-8 ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ചോദ്യം, നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി മാത്രം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും പിന്നെ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീസ് ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ ചോദ്യം വായിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതായിരിക്കാം ശരി എന്ന് പറയുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാടാ. മിലി ടീച്ചർ പരസ്പര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയങ്ങൾ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ട് എഴുതുമ്പോൾ ഒരു പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ ഉപയോഗിക്കുന്നത്? ഏതാണ്? രൂപ പശ്ചാത്തല ബന്ധമാണ്. ഗസ്റ്റാൾട്ടിലെ രൂപ പശ്ചാത്തല ബന്ധം എ ആണ് വരേണ്ടത്. ഓക്കെ, ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണേ. ഇത് ഇപ്പം ഇതിനകത്ത് വരേണ്ട ശരി ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഇനിയിപ്പം അവർ ഒഫീഷ്യൽ ആൻസർ കീ ഇടുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ആ കാര്യം ആദ്യം സൂചിപ്പിക്കുന്നു. 90% വരാതിരിക്കാനാണ് സാധ്യത. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാകുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം. പഠനം പാൽപായസമാകുന്നത് എന്ന് പറയുന്നത് ഒരു റോങ് ടൈം ആണ് കേട്ടോ. അത് ചിലപ്പോൾ ഇനി അതിൻ്റെ പേരിൽ അവർ ക്യാൻസൽ ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇതിൽ നിന്ന് ഉത്തരം ഏതാണ്? കുട്ടി യുടെ മാതൃഭാഷ എന്നുള്ളത് തന്നെയാണ് ഉത്തരം ഏ തന്നെയാണ്. ഇനി ഈ പഠനം പാൽപായസം എന്ന് പറഞ്ഞ് അവന്മാർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നു. ടീച്ചറുടെ മുന്നിൽ വെച്ച് സ്വയം ഭാഗം ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെല്ലുന്ന തൻ്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിക്കുന്നു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമയോജനം എന്ത്? നമ്മൾ ഇതേ കാര്യം നമ്മൾ പ്രയോഗിച്ചായിരുന്നു. അതായത് ഏതാണ്? അടി കൊള്ളുന്ന കുട്ടി ഏതാണ്? ബാത്റൂം ചവിട്ടി പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഇത് അന്ന് നമ്മൾ പറഞ്ഞത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഏതാണ് ഉത്തരം? ആദേശകോപം. ഇവിടെ ആദേശനം എന്ന് മാത്രമേ ഉള്ളൂ. ആദേശകോപം, ആദേശനം. ഉത്തരം ഡി ആണ്. 3ൻ്റെ ഉത്തരം ഡി. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം. എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയെ ലെവൽ 5-ൽ ഏറ്റവും ഉയർന്ന ആവശ്യങ്ങളുടെ ശ്രേണി ഏതാണ്? ഏറ്റവും മണ്ടയിലുള്ള ഏതാണ്? ആത്മസാക്ഷാത്കാരം. ഓക്കെ, ഉത്തരം ഡി ആണ്. ഉത്തരം ഡി. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസിൻ ടീച്ചർ കുട്ടിയോട് ഒരേപോലെയുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് ആകെ എത്ര വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തുന്നതിനുള്ള ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായി അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയസ്വാധീനം സാധ്യമാകുന്ന രീതി മുന്നോട്ട് വെച്ചത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒന്ന് മെനക്കെട്ട് വായിക്കുന്നവന് കിട്ടും. എടാ, ഒന്നാമത് ഏതാണ് ചേർത്ത് വെച്ച് കണ്ടെത്താൻ പറഞ്ഞു. അതായത് ഒന്നാമത് പ്രവർത്തന രീതി, പിന്നെ ചിത്രം, ബിംബന രീതി. ചിത്രം അത് ഏതാണ്? ചിത്രങ്ങൾ ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ബിംബന രീതി. പിന്നെ അക്കങ്ങളും ഏതാണ്? ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് പ്രവർത്തന രീതി, ബിംബന രീതി, പ്രതിരൂപാത്മക രീതി. ഇത് മൂന്നും ആരുടെയാ? ജെറോം എസ് ബ്രൂണർ. ഉത്തരം എ. 5A ആണേടാ ഉത്തരം. ഓക്കെ, ഇനി ഇങ്ങനെ ഡെഫിനിഷൻ വിശദീകരിക്കുന്നില്ല. ആ ചോദ്യം അതുകൊണ്ടൊന്ന് വിശദീകരിച്ചതേ ഉള്ളൂ. ആ ചോദ്യത്തിന് വേണ്ടി വിശദീകരിച്ചാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് വാടാ. ആറാമത്തെ. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഈ പദ്ധതിയുടെ പേര്? ഇത് ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, നയീചേതന 3.0 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. 6ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 7. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓട്ടിക്കാൻ പഠിക്കുന്നു. എപ്പോഴും ഒറ്റയ്ക്ക് സൈക്കിൾ ഓട്ടിക്കുന്നതിന് ഭയമാണ്. ഇതിനേതാണ്? വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. ഇച്ചിരി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരെ എടുത്ത ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ,
ഏതാണ് ഡിസ്ഹോമിയ ഡിസ്പ്രക്സിയ ഏതാ വരുന്നത് പ്രയോഗ വൈകല്യം. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എന്നാലും വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം അല്ലെങ്കിൽ ഡിസ്ലെക്സിയ, ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ? അപ്പം അത് വെച്ചിട്ട് നമുക്ക് ബാക്കി അടിക്കാം. ഓക്കെ, അടുത്തത് മാഗി ടീച്ചർ. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ് 8. മാഗി ടീച്ചർ ക്ലാസ്സിൽ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടൊപ്പമുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത് ബാഹ്യപ്രേരണ, ആന്തരപ്രേരണ, നീതിബോധം, മത്സരബുദ്ധി. അതായത് ഇവിടെ മാഗിയെ ആനന്ദം കണ്ടെത്തുകയല്ലേ, അതായത് വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല. അതുകൊണ്ട് ഉത്തരം ഏതാണ്? ബി. 8ൻ്റെ ഉത്തരം ബി. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 9ാമത്തെ ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. യാഥാർത്ഥ്യബോധം ഏതാടാ? യാഥാർത്ഥ്യബോധവുമായി ബന്ധപ്പെട്ടത് ഏതാ വരുന്നത്? സുഖതത്വം ഇതാണെങ്കിൽ, ജനിതകതത്വം ഇതാണെങ്കിൽ യാഥാർത്ഥ്യബോധം ഏതാണ്? അഹം. ഉത്തരം എ. 9A. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം, പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത് പഠന പോഷക ഉൽപ്പന്നങ്ങൾ, പിന്തുണ പുസ്തകങ്ങൾ, അനുപൂരണ പുസ്തകങ്ങൾ, അധിക പുസ്തകങ്ങൾ. ഉത്തരം സി ആണ്. ഉത്തരം സി ആണ്. RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ്റിന് ബാധകമായിരിക്കുന്നത്. അതായത് 11ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം പറഞ്ഞു. അടുത്ത 11ാമത്തെ ചോദ്യം, RTI ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമായിരിക്കുന്നത് ഇന്ത്യയിലാകം, ജമ്മു കാശ്മീരിൽ ഒഴികെയുള്ള ഇന്ത്യ മുഴുവൻ സംസ്ഥാനങ്ങളിൽ, ജമ്മു കാശ്മീർ കേന്ദ്രഭരണങ്ങളിൽ ഒഴികെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഉത്തരം എ ആണ്. 11ൻ്റെ ഉത്തരം എ ആണ്. ഇന്ത്യയിലാകമാണ്. ഓക്കെ, അടുത്തത് 12. കുട്ടിക്കാലത്തിലെ ഏതു കാലഘട്ടത്തിലാണ് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം? ശൈശവം, ആദ്യകാലം, പിൽക്കാല ബാല്യം, മധ്യകാലം. ഏതാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? ആദ്യകാലം. ടോയ് ഏജ്. ബി ആണ്. 12ൻ്റെ ഉത്തരം ബി. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അത് അതേപോലെ ഡയറക്റ്റ് ഹിറ്റടിച്ചു. ഓക്കെ, അടുത്തത് 13. സന്തോഷകരവും സന്താപകരവുമായ പ്രബലനത്തിന് ഉപയോഗത്തിലൂടെ വ്യവഹാര പ്രവർത്തനം സാധ്യമാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തമേത്? ഇത് രണ്ട് പേർക്ക് താണ്ട അനുപൂരണവും പ്രവർത്തനാനുബന്ധനവും ഡൗട്ട് വന്ന് കാണും. ഉത്തരം സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധനമാണ്. ഉത്തരം സി ആണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം, പഠിതാവിൻ്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തലാണ് ടേമിൻ്റെയോ വർഷത്തിൻ്റെയോ ആത്യന്ത്യത്തിൽ നൽകുന്ന വിലയിരുത്തൽ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കുട്ടിയുടെ പഠനസന്നദ്ധതയുടെ വിലയിരുത്തൽ. മുകളിൽ പറഞ്ഞവയെല്ലാം CCEക്കകത്ത് ടേം വിലയിരുത്തൽ വരും, പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തൽ വരും, കുട്ടിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും വരും. അപ്പം ഡി ആയിരിക്കും ഉത്തരം വരേണ്ടത്. ഉത്തരം സാധാരണ രീതിയിൽ വരേണ്ടത് 14 ഡി ആണ് വരേണ്ട ഉത്തരം. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം, വികാസവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന. വികാസം അനുസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം പ്രവചനീയമാണ്, വികാസം രേഖീയമാണ്. നമ്മൾ ചെയ്ത ചോദ്യം വികാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതാണ്? ഡി. ഉത്തരം ഡി ആണടാ. വികാസം രേഖീയമാണ്. ഓക്കെ, അടുത്ത 16. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമൻ്റെ ഈ രീതി കോൾബർഗിൻ്റെ നൈതിക വികാസവുമായി ബന്ധപ്പെട്ടത്. ഞാൻ അന്ന് ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾബർഗിൻ്റെ സാധനം നോക്കി പോകണമെന്ന്. അതെ, കോൾബർഗിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. യാഥാസ്ഥിതികാനന്ദ സദാചാര ഘട്ടമാണ് ഉത്തരമായി വരേണ്ടത്. എ ആണ് ഉത്തരമായി വരേണ്ടത്. 16 എ ആണ് ഉത്തരമായി വരേണ്ടത്. ഓക്കെ,
എടാ പിന്നെ ഇതിനകത്ത് ഇനി ഏതെങ്കിലും ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പം ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുക. പിന്നീട് നമുക്ക് ഏതാണ് ഇനി ഇപ്പം പറഞ്ഞു കഴിയുമ്പം ഞാനായിട്ട് പറഞ്ഞതിനകത്ത് എനിക്ക് ചേഞ്ച് വരണമെങ്കിൽ ഞാൻ കമൻറ്റിൽ ചേർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആൻസർ കീ വരട്ടെ, അപ്പം നമുക്കൊരു ഡിസ്കഷനും കൂടി നടക്കാം. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാടാ. ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നത്. പഠന ഘടന, അഡ്വാൻസ് ഓർഗനൈസർ, ആശയചിത്രം, ചിന്താചിത്രം. ഏതേ വരൂ? ആശയചിത്രമേ വരൂ. ഓക്കെ, ഉത്തരം 17ൻ്റെ ഉത്തരം സി ആണ്. 17ൻ്റെ ഉത്തരം സി. ഓക്കെ, അതായത് നമ്മൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നതാണ്. അപ്പം ചിലപ്പോൾ ചെറിയ തെറ്റൊക്കെ വരാം. എനിവേ മാക്സിമം തെറ്റ് വരാതെ നമ്മൾ നോക്കാം. ഓക്കെ, എന്തായാലും 18ാമത്തെ ചോദ്യം. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും പോകുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് ചാക്രിയാരോഹണ രീതി, പ്രതിക്രിയാ രീതി, പ്രതിഫലനാത്മക രീതി, രേഖീയ രീതി. ഏതാണ്? ചാക്രിയാരോപണ രീതിയാണ്. 18ൻ്റെ ഉത്തരം എ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബ്രൂണറുടെയാണ്. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് ഗ്രൂപ്പ് പ്രവർത്തനമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? 2 പേര്, 3 പേര്, 5 പേര്, ക്ലാസ്സിലെല്ലാവരെന്ന് പറഞ്ഞാൽ ടീച്ചർ മൊത്തത്തിൽ ഇരുന്ന് പഠിപ്പിക്കുമല്ലേ. അപ്പോൾ ഏതാണ് ഉത്തരം വരേണ്ടത്? ഡി. 19 ആണ് ഉത്തരം ഡി. ഓക്കെ, 19ൻ്റെ ഉത്തരം ഡി. അടുത്ത 20ാമത്തെ ചോദ്യം. യാങ് പിയാഷെ, നമ്മൾ പറഞ്ഞു പിയാഷെ എന്ന ചോദ്യം വരും. പിയാഷെയും ബ്രൂണറും ഇല്ലാത്ത ചോദ്യം ഇല്ല എന്ന് പറഞ്ഞു. പിയാഷെയും ബ്രൂണറിനെ ചോദിച്ചിട്ടുണ്ട്. യാങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ എന്തിനാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടി രൂഢമൂലമായിരിക്കുന്നത്? സ്വയം കേന്ദ്രീകൃത ഏതിനായിട്ടാണ്? പ്രാഗ്മനോ വ്യാപാര ഘട്ടത്തിലാണ്. ബി ആണ് ഉത്തരം. നമ്മളിത് ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ചർച്ച ചെയ്തിട്ടുള്ളത്, അതായത് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ ഡയറക്റ്റ് ഇപ്പം 4-5 ആയിട്ടുണ്ടല്ലേ. 12 വയസ്സുള്ള അഹലിൻ്റെ ബുദ്ധിമാനം 125 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? അഹലിൻ്റെ മാനസിക വയസ്സ് 10, അഹലിൻ്റെ മാനസിക വയസ്സ് 12, അഹലിൻ്റെ മാനസിക വയസ്സ് 15, അഹലിൻ്റെ മാനസിക വയസ്സ് 16. നമ്മൾ ഇതേ ചോദ്യം 9.8 വരുന്ന, ഞാൻ പറഞ്ഞു ഇത് പണ്ട് PSCക്ക് ചോദിച്ച ചോദ്യമാണെന്നും പറഞ്ഞ് ഞാനൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മറ്റൊരു ചോദ്യം, സംഖ്യ മാത്രം മാറി മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ഏതാടാ? ഉത്തരം 15 സി. ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. സമയം എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. MA/CA × 100 ആണ് ഏത്? 125 കിട്ടി. അപ്പം ഏതാണ്? MA/12 × 100 ആണ് 125. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം 125 × 12/100 എന്ന് ചെയ്യാം. ഇപ്പം 5, 25 കൊണ്ട് വെട്ടുമ്പോൾ 5, 4 കൊണ്ട് വെട്ടുമ്പോൾ 12 വെട്ടുമ്പോൾ 3, 15. ഉത്തരം 15 കിട്ടും. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അത് വ്യക്തമായിട്ട് അങ്ങനെ അത്രയ്ക്ക് വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സമയം നമുക്കില്ല. ഉത്തരം എന്തായാലും സി ആണ്. സി. അഹലിൻ്റെ മാനസിക വയസ്സ് 15. അടുത്ത 22ാമത്തെ ചോദ്യം. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് സ്പിയർമാൻ്റെ YEMGF ഒന്നും വല്ല ഉണ്ടോ? ഏതാ? ജി ഘടകവും എസ്. ഓക്കെ, സ്പിയർമാൻ്റെ ദ്വിഘടകം അതിന് ജി ആണ്, എസ് ആണ്. ഓക്കെ, കുട്ടികളിൽ ഭാഷാ നൈപുണ്യം ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനം ഏതാണ്? LSRW. എന്ത്? L ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. ഉത്തരം സി ആണ്. ഉത്തരം സി. 12ൻ്റെ ഉത്തരം സി ആണ്. സി. ഓക്കെ, അടുത്തത് 12 അല്ല 23. അടുത്ത 24ാമത്തെ ചോദ്യം. കുട്ടികളുടെ വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലെവ് വൈഗോട്സ്കിയുടെ ആശയ പിൻബലത്തോടു കൂടി ആവിഷ്കരിച്ചത്. നമ്മളിത് തിരിച്ചാണ് പഠിച്ചത്. പ്രതിക്രിയ അധ്യാപനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമാണ് നമ്മൾ പഠിച്ചത്. ആരാണ്? ലെയിൻ വൈഗോട്സ്കിയാണ്.
ഉത്തരം ഡി ആണ്. ഓക്കെ, അടുത്തത് 25ാമത്തെ ചോദ്യം. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് എങ്ങനെ ആർജിക്കുന്നു? ഇത് ഏതുതരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. ഇത് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ വരാം. അസ്തിത്വപരമാണോ വ്യക്ത്യാന്തരപരമാണോ എന്ന്. ഉത്തരം വരേണ്ടത് ബി ആണ്. വ്യക്ത്യാന്തരമാണ് വരേണ്ടത്. ഉത്തരം ബി ആണ് വരേണ്ടത്. ഓക്കെ, മറ്റുള്ളവരെ മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് സാധാരണ രീതിയിൽ ബി ആണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് അപ്പോൾ 25ൻ്റെ ഉത്തരം ബി. അടുത്ത 26ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 26. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ഉത്കണ്ഠ, സാമൂഹികത, അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത, കായികശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹികത, വാചാലത, വിഭജനതന്ത്ര, പ്രശ്നപരിഹരണശേഷി, ഉൾക്കാഴ്ച, മൗലികത, വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠ. ഉത്തരം ഏതാണ്? സി. ഉത്തരം സി. അടുത്തത് 27ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത്? കഥ പറച്ചിൽ, പാട്ടുപാടൽ, കളിയിൽ ഏർപ്പെടൽ, ചിത്രരചന. ഒറ്റയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്കിരുന്ന് കളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സി ആയിരിക്കണം ഉത്തരം വരേണ്ടത്. അടുത്തത് 28ാമത്തെ ചോദ്യമാണ്. 28ാമത്തെ ചോദ്യം. ചുവടെ കുട്ടികളുടെ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന. വികാരങ്ങൾ തീവ്രമാണ്. വികാരങ്ങൾ പ്രകടനം കൂടെ ഉണ്ടാകുന്നു. വികാരങ്ങൾ അല്പായുസ്സുള്ളവയാണ്. വികാരങ്ങൾ സ്ഥിരമാണ്. വികാരങ്ങൾ സ്ഥിരമാണോ? അല്ല. അതുകൊണ്ട് ഏതാണ്? ശരിയല്ലാത്തവയാണ്. അപ്പോൾ ഉത്തരം ഡി. അടുത്തത് 29. ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് അധ്യാപകൻ ക്ലാസ്സിൽ സർവ്വസാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലൊരു ബോർഡ് ഫലപ്രദമായ ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അനിത ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര ഗവേഷണ രീതി ചുവടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? കേസ് സ്റ്റഡി, ക്ലിനിക്കൽ രീതി, ക്രിയാഗവേഷണം, സോഷ്യോമെട്രി. സാധാരണ രീതിയിൽ ഇത് വരേണ്ടത് ക്രിയാഗവേഷണം തന്നെയാണ്. ഉത്തരം സി ആണ് വരേണ്ടത്. ഓക്കെ, 30ാമത്തെ ചോദ്യം. ഇത് അവസാനത്തെ ചോദ്യം. സ്കൂളിൽ വരുന്ന സൈക്കോളജിയുടെ അവസാന ചോദ്യമാണ്. സ്കൂളിൽ വരുന്ന വഴിയിൽ തെരുവ് നായകളെ സൂക്ഷിക്കണമെന്ന് ഫെമിന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായകളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെട്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? ഇത് നമ്മൾ പറഞ്ഞില്ല, അടിക്കുന്ന ടീച്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഏതാണ് ഉത്തരം? ഉത്തരം സി അല്ല ബി, സാമാന്യവൽക്കരണം. ബി, സാമാന്യവൽക്കരണമാണ്. ചോദക സാമാന്യവൽക്കരണം. ഓക്കെ, സൈക്കോളജി എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതാണ്. നമ്മൾ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഏകദേശം 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞ ചോദ്യമാണ്. നമ്മളിവിടെ പോയ കുട്ടികൾക്ക് നല്ല മാർക്കുണ്ട്. അപ്പം എന്തായാലും ബാക്കിയുള്ള വിഷയങ്ങളുടെ ഇതും കൂടി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. ഓക്കെ.